സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തന്നെ പേടിയുള്ള ആളുകളാണോ നിങ്ങൾ? എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്കത് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ച് നമുക്കിന്ന് പരിചയപ്പെടാം. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി മേക്കിംഗ് ഡിസിഷൻ ആണ്. അതായത് എന്ത് തീരുമാനം എടുക്കുമ്പോഴും മറ്റൊരാളുടെ സഹായം കൂടി ഇവർ ചോദിക്കും. അതായത് മറ്റൊരാളുടെ അഭിപ്രായം കൂടി ഇവർ കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രമേ ഇവർ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യുകയുള്ളൂ. ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകുമോ എന്നൊരു ഭയം ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി എക്സ്പ്രസിംഗ് ഡിസഗ്രിമെന്റ് ആണ്. അതായത് മറ്റുള്ള ആളുകളോട് നോ പറയാൻ തന്നെ ഇവർക്ക് പേടിയായിരിക്കും. കാരണം അവര് തന്നെ വിട്ടു പോകുമോ, താൻ ഒറ്റയ്ക്കായിട്ട് പോകുമോ എന്നൊരു പേടി ഇവരിൽ നിരന്തരമായിട്ടുണ്ടാകും. മൂന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ലോ സെൽഫ് കോൺഫിഡൻസ് ആണ്. അതായത് സ്വയം വില കുറച്ച് കാണുക, അല്ലെങ്കിൽ സ്വയം കഴിവില്ല എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം ചെയ്യുമ്പോഴും മറ്റൊരാളോട് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം അവരൊരു തീരുമാനം എടുക്കുകയുള്ളൂ. മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ്, അതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ലവ് ആയിക്കോട്ടെ, അതിലൊരു ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ അടുത്തൊരു റിലേഷൻഷിപ്പിലോട്ട് പോകും. കാരണം ഇവർക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും മറ്റാളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക.